പിന്നെ പറഞ്ഞു തരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിച്ചുകൂടാ? അതും കൂടെ ചേർത്തിട്ടാണ് കംപ്ലൈന്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്തത്. ജമീല്, തമ്പി, വിഷ്ണു ഇവരൊക്കെ കള്ളക്കടത്ത് കേസിലൊക്കെ പ്രതിയായിട്ടുള്ളതാണല്ലോ. ഇവർ പറയുന്ന ഒരുപാട് പോയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഓക്കെ, കറക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഈ 3:30ക്കും ഈ 4 മണിക്കും 3:30ക്കൊക്കെ മൊഴി കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ 4:15 ഈ ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ അതാ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ വെച്ചത്. നിങ്ങൾക്കത് കാണുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. സത്യത്തിൽ ഇവിടെ ആരെ വിശ്വസിക്കണം, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടാത്തൊരു കേസായിട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവരുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പം ഈ പറയുന്ന പ്രിയ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നുമുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി അങ്ങോട്ട് പുറം ലോകം കാണട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പേര് ഈ പറയുന്ന ലക്ഷ്മി കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ചില കാര്യത്തിൽ ലക്ഷ്മിയുടെ സംസാരത്തിലും ആ ഒരു മനോരമ അതെനിക്ക് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തോ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിനെ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്നാലും ഈ ഒരു വീഡിയോ ഇവിടെ വെക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ വെച്ചത്. ഇതിനോട് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അവർ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.